വ്യാഖ്യാനങ്ങളാണ്. ഞങ്ങളെല്ലാം തമ്മിൽ നല്ല ധാരണയിലും നല്ല ഇതിലുമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വഴക്കോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് പരിപാടികൾ പങ്കെടുക്കും, ഒരുമിച്ച് തീരുമാനിക്കും പരിപാടികളുടെ കാര്യങ്ങളും എല്ലാം. ഞങ്ങളെല്ലാം നിരന്തരമായി സമ്പർക്കത്തിലാണ്. എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കും, അല്ലെങ്കിൽ പരിപാടി സ്ഥലത്ത് വെച്ച് കാണും. അതൊക്കെ തെറ്റായ ധാരണയാണ്. അതൊക്കെ CPM-ലാണ് കണ്ടാൽ മിണ്ടാത്തതും ബഹളമൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ തന്നെ നല്ല ബന്ധമാണ് കോൺഗ്രസിൻ്റെ അകത്ത്. നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യവും ദൗർഭാഗ്യവും ഉണ്ടായിരുന്നത് ഗ്രൂപ്പുകളുടെ അതിപ്രസരമായിരുന്നു ഒരു കാലത്ത്. ആ ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഇല്ലാതായി. എല്ലാ ലീഡർഷിപ്പും തമ്മിൽ നല്ല ടേംസിലാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലെ UDF-നെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഞാൻ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളാണ്. പിന്നെ UDF തിരിച്ചു വരില്ല, കോൺഗ്രസ് തിരിച്ചു വരില്ല. ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന അസൈൻമെന്റ്, ഡൽഹി ദേശീയ നേതൃത്വവും കേരളത്തിലെ MLA-മാരും കോൺഗ്രസ് MLA-മാരും തന്നിരിക്കുന്ന അസൈൻമെന്റ് നമുക്ക് തുടർഭരണം പോയി ഇല്ലേ, നഷ്ടപ്പെട്ടു നമുക്ക്. അപ്പം ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഞങ്ങളത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ചെറിയ ഇതൊക്കെ വരും. ജനാധിപത്യ പാർട്ടിയല്ലേ, അഭിപ്രായങ്ങൾ വരും. ഇപ്പം ഇരുമ്പ് പറയലുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ പുറത്ത് അത്രയൊന്നും പ്രശ്നം കോൺഗ്രസിലില്ലല്ലോ. എന്തോരം പേരെ ഇപ്പോൾ വന്ന് കോൺഗ്രസിൽ ചേരണത് നിങ്ങളൊന്നും കാണുന്നില്ല, വാർത്തയും കൊടുക്കണില്ല, ഒന്നുമില്ല. ഏതെങ്കിലും അറിയപ്പെടാത്ത ഒരാൾ കോൺഗ്രസ് വിട്ടുപോയ അന്നത്തെ ദിവസം 5-6 മണിക്കൂർ ചർച്ച ചെയ്യണ്. എന്തോരം പേരെ കോൺഗ്രസ് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നല്ല സംസാരിക്കുന്നത്. ഈ എറണാകുളം ജില്ലയിൽ എത്ര പേര് CPM-ന്ന് കോൺഗ്രസ് ചേർന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കും. നിങ്ങൾ വാർത്ത കൊടുക്കാണ്ട. കോൺഗ്രസ് ചേരുമ്പോൾ എന്താ വാർത്ത കൊടുക്കാത്തത്? അത് അങ്ങനെ ഒരു വാർത്ത ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും. ഞങ്ങളുടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഒക്കെ അവിടെ ഉണ്ട്, ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ അർഹരായ ഒരാൾക്ക് പോലും അവിടെ നീതി നിഷേധിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്തും. അത്രയേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കട്ടെ. നമ്മൾ വയനാട് വിഷയത്തിൽ അങ്ങ് ചാടിക്കേറിയ എല്ലാ കാര്യത്തിലും പറയുന്നില്ല. ഞങ്ങൾ ഒന്ന് പരിശോധിക്കട്ടെ. അവിടെ നമ്മുടെ MLA ഉണ്ട്. MLA-യുടെ നേതൃത്വത്തിൽ വളരെ കീനായി ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. വയനാട് ജനപ്രതിനിധികളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ്. അവർ രാപകലില്ലാതെ ഈ പാവങ്ങളുടെ കൂടെ ഉണ്ട്. അത് അവരൊക്കെ ആളുകളെ വെല്ലുവിളിക്കല്ലേ. റോഡിൽ കൂടി കാറി പോകുന്ന ആളുകൾ എന്തിനു വെല്ലുവിളിക്കുന്നത്? അമ്മായിയമ്മയെ കാണാൻ പോകാന്നൊക്കെ പറയണത് എന്തൊരു ഭാഷയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. റോഡിൽ കൂടി എന്തെല്ലാം ആവശ്യത്തിന് ആളുകൾ പോകുന്നത് ഇല്ലേ? ബാങ്കിൽ പോവും, സ്കൂളിൽ പോവും, ആശുപത്രിയിൽ പോവും, ബന്ധുക്കളെ കൊണ്ടുപോകും, വിവാഹത്തിന് പങ്കെടുക്കാൻ പോവും. മനുഷ്യന് ഓരോ ആവശ്യത്തിന് കാറിൽ കൂടി പോകുമ്പോൾ അമ്മായിയമ്മയെ കാണാൻ പോകാന്ന് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയാണോ? CPM-ൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് യോജിച്ച രീതിയിലാണോ? നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി ജനങ്ങളെ ഉപദ്രവിക്കാതെ ഞങ്ങളൊക്കെ വ്യക്തിപരമായി ഹർത്താലിനെതിരായി എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. വ്യക്തിപരമായി ഞങ്ങളുടെ പാർട്ടിയെ കൊണ്ടുകൂടി ആ തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനും CMM ഹസനൊക്കെ എടുത്തത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്? നമുക്ക് സംഘടിതമായി ചെന്നിട്ട് നിങ്ങൾ ഇന്ന് ആശുപത്രിയിൽ പോകണ്ട, നിങ്ങൾ ഇന്ന് സ്കൂളിൽ പോകണ്ട, നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ട, ഇന്ന് പണിക്ക് കയറണ്ട എന്ന് നമ്മൾ പറയുന്നത് ഒരു ഭരണഘടനാ വിരുദ്ധതയുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ ശരിയല്ല എന്നൊരു തോന്നലാണ് ഞങ്ങളൊക്കെ വർഷങ്ങളായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ട് വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണം അറിയിക്കുകയാണ്.